Please like and subscribe. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് ഇവിടെ ഉള്ളത്. നമ്മൾ ഫാമിലി ഒരു ട്രിപ്പ് വന്നേക്കാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പോൾ പത്മനാഭസ്വാമി ടെമ്പിളിന് മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് 2 ദിവസം ഈ തിരുവനന്തപുരത്തുള്ള കുറച്ച് കാഴ്ചകൾ, അതായത് കോവളം പത്മനാഭസ്വാമി ടെമ്പിൾ എല്ലാവരും കണ്ടുള്ളതൊക്കെ തന്നെ, എന്നാലും നമുക്കൊന്ന് കണ്ടിട്ട് തുടങ്ങാം. നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. പത്മനാഭസ്വാമി ക്ഷേത്രം, അത് പത്മനാഭസ്വാമി തീർത്ഥക്കുളം എന്നൊക്കെ പറയില്ലേ, നിറച്ച് മീനുകളാണ് അതിൽ. ഒരു രക്ഷയില്ലാത്ത മീനുകളാണ്. പറയണ പക്ഷെ നമുക്ക് പിടിക്കാനും ഒന്നും പാടില്ല. അത് കാണുന്നതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. നമ്മുടെ കോടികളുടെ നിധി ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം. കുറച്ച് അടിപൊളി. ഇതിങ്ങനെ അകലേന്ന് കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മളവിടുന്ന് നേരെ ഇറങ്ങി വണ്ടിയിൽ നമ്മളൊരു പാക്കേജ് അറേഞ്ച് ചെയ്തേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവർ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നോക്കും. നമ്മളിവിടെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇവിടെ ആര്യാസ് എന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആ വിഷ്വൽസ് ഒന്നും നമ്മൾ എടുത്തില്ല, ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, വേറെ ഒന്നുമില്ല, സാധാ മസാല ദോശയും ചായയും കഴിക്കുന്നു. പിന്നെ അവിടുന്ന് ഇറങ്ങി ഇതിൻ്റെ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക്. അടുത്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്ലാനറ്റോറിയം. ഞാൻ ഇത്ര നാൾ തിരുവനന്തപുരത്തിൻ്റെ ആദ്യമായിട്ടാണ് ഈ പ്ലാനറ്റോറിയം ഞാനും കാണുന്നത്. ഇത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. പഠിക്കുന്ന പിള്ളേർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന പരിപാടി. കുറേ സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കുറേ സയൻറ്റിഫിക്കലായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ്, അത് ഇത്, പിന്നെ കുറേ ഷോയും, അങ്ങനെ കുറേ പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളിയാണിത്. ഞാൻ ഇത്ര നാൾ തിരുവനന്തപുരത്തിൻ്റെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തത് AKG സെൻറ്റർ. കണ്ടില്ലേ, ടി വിയിൽ മറ്റേ സമരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ AKG സെൻറ്ററിൻ്റെ മുന്നിൽ റിപ്പോർട്ടർമാരെല്ലാവരും ഒന്ന് അടികൂടുന്ന സ്ഥലം കണ്ടിട്ടില്ലേ, ആ സ്ഥലമാണത്, AKG സെൻറ്റർ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പ്ലാനറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി. ഈ കോവളം ഭാഗത്തുള്ള സ്ഥലത്താണ് നിർത്തിയത്. സമുദ്ര സദ്യ കഴിക്കാനാണ് നിർത്തിയത്. ഫുൾ ഫിഷിൻ്റെ ഐറ്റംസ്, വേറെ ഒന്നുമില്ല. ഫിഷ് ഫ്രൈ, ഞണ്ട്, കൊഞ്ച്, സ്ക്വിഡ്, മീൻകറി, കപ്പ, എല്ലാ പരിപാടിയും, കുത്തരിച്ചോറ്. അടിപൊളി ഊണായിരുന്നു. ഊണ് കഴിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക്. ഈ 2 ദിവസമുള്ള ഹെവി പാക്ഡ് ആയിരുന്നു. നമുക്ക് വളരെ പെട്ടെന്ന് എല്ലാ സ്ഥലം കവർ ചെയ്യേണ്ട കാരണം അധികം വീഡിയോസൊന്നും അധികം കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അടുത്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയുക, തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ അറിയാം, വളരെ ഫേമസ് ആയിട്ടൊരു ചർച്ചാണ് വെട്ടുകാട് പള്ളി. വെട്ടുകാട് പള്ളിയിലെത്തി. ഇവിടെ ഒരു കുറേ, എന്താ പറയുക, ഒരു ആഗ്രഹിച്ച് ഒരു നൂല് കെട്ടിക്കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിക്കുന്ന, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് അധികം സമയമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്തില്ല, ജസ്റ്റ് കയറി ഇറങ്ങി. ഇനി നമുക്ക് സമയമില്ലാതെ തന്നെ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. വളരെ ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ 2 ദിവസം കൊണ്ട് എല്ലാ സ്ഥലവും കവർ ചെയ്യേണ്ട കാരണം എല്ലാം വളരെ സ്പീഡിലായിരുന്നു. ഇതൊരു CSI പള്ളിയാണ് തിരുവനന്തപുരത്തുള്ളത്. തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് അറിയാം, നല്ല അടിപൊളി പഴയ ഒരു ഇതാണ്. പിന്നെ അവിടെ നമ്മൾ നേരെ കോവളത്തെത്തിയപ്പോഴേക്കും ചെക്കനൊക്കെ ഇൻട്രസ്റ്റ് ആയി, അറുമതിക്കാൻ തുടങ്ങി. അധികം വെള്ളത്തിലൊന്നും കളിച്ചില്ല, ജസ്റ്റ് കാരണം നമുക്ക് ഇത് ജസ്റ്റ് നമുക്ക് കോവളം കാണുക, തിരുവനന്തപുരത്ത് മെയിൻ സാധനങ്ങൾ കാണുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഉദ്ദേശം. കാരണം കോവളം ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. തിരുവനന്തപുരത്ത് വന്നിട്ട് കോവളം കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമല്ലേ. പക്ഷെ കോവളം ഇപ്പൊ ശരിക്കും ഒരു ഗോവ പോലെയൊക്കെ എല്ലാ വാട്ടർ സ്പോർട്സും എല്ലാ ഐറ്റംസും കോവളത്തുണ്ട്. കണ്ട പാരാഗ്ലൈഡിങ് കണ്ട, പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പാരാഗ്ലൈഡ് എല്ലാം ഒരു നല്ല വാട്ടർ ആക്ടിവിറ്റീസും ഉണ്ട്. സീ ബൈക്ക് കണ്ട, സീ ബൈക്കിൽ വേണമെങ്കിൽ പോവാം. അതിലൊരു ഡ്രൈവർ ഉണ്ടാവും, നമ്മൾ അവരുടെ കൂടെ കയറുന്ന. ഈ ഒരു മനുഷ്യൻ എൻ്റെ ക്യാമറയുടെ മുന്നിൽ വന്നു നിന്നു. വേറെ വല്ല മദാമയൊക്കെ ആണെങ്കിൽ പിന്നെയും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പോട്ടെ. അതായത് സീ ബൈക്കിൽ കയറാം. പിന്നെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. നമ്മുടെ കോവളം ലൈറ്റ് ഹൗസ് നമ്മൾ അധികം സ്പെൻഡ് ചെയ്തില്ല അവിടുന്ന്, കാരണം നമുക്ക് ഇനി രാത്രി ആകുമ്പോഴേക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തണം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള യാത്രയാണ്. സ്റ്റേ ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ ഈ കുറച്ച് ദൂരമാണ്, കോവളത്ത് നിന്ന് കുറച്ച് ദൂരമാണ്. പൂവാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്യണത്. പൂവാറിലാണ് നമ്മൾ സ്റ്റേ ചെയ്യണത്. അപ്പൊ നമ്മളവിടെ എത്തിയത് ഒരു ഐലൻഡാണ്, ഒരു ദ്വീപ് പോലത്തെ ഒരു സംഭവമാണ് ഈ പൂവാറ്. അപ്പൊ നമുക്ക് നമ്മുടെ ബോട്ടിൽ പോകണം അവിടേക്ക്. ബോട്ട്, കാരണം അത് ഐലൻഡ് ആയ കാരണം വേറെ ഇതൊന്നുമില്ല. ബോട്ടിൽ അത് യുണീക്ക് സ്റ്റേ ആയിരുന്നു, നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ. കാരണം പൂവാറിൽ ഒരു, എന്താ പറയാ, നമ്മൾ സാധാരണ റിസോർട്ട് പോലെയല്ല, നമുക്കൊരു അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇവിടെ നമ്മുടെ റിസോർട്ടിലേക്ക് പോകുന്ന ബോട്ടുകൾ മാത്രമല്ല, വേറെ ആൾക്കാരും ഉണ്ടാവും. കാരണം ഇതൊരു കണ്ടൽക്കാട് സെറ്റപ്പ് ഇല്ല, ആ ഒരു സെറ്റപ്പ്. ഈ ബോട്ട് യാത്ര തന്നെ ഒരു കിടിലൻ ഫീലാണ്. നമുക്ക് കാണാം കുറേ പക്ഷികൾ, മറ്റേ ഇതും കണ്ടത്, ഒരു അടിപൊളി, എന്താ പറയാ, ഇതിനെന്താ പറയാ, കൃഷ്ണപരുന്ത് അങ്ങനത്തെ പറയില്ലേ, ആ സാധനം. ഇതൊരു, ഈ യാത്ര ഒരു പ്രത്യേക നല്ല അടിപൊളി വൈബുള്ള ഒരു യാത്രയാണ്. കണ്ട, നമ്മൾ പണ്ട് മാന്ത്രിക സിനിമയിൽ മോഹൻലാലും ജഗദീഷൊക്കെ പോകുന്ന ഒരു വെള്ളത്തിൽ കൂടെ പോകുന്ന ഒരു ഇത് കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു കണ്ടൽക്കാടുകളുടെ സെറ്റപ്പും ഇതൊക്കെയുള്ള ഒരു, എന്താ പറയാ, അടിപൊളിയാണ്. ഇവിടെ പോകാറുള്ള ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഈ വെറുതെ ഈ ബോട്ട് റൈഡിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്. നമ്മൾ പിന്നെ സ്റ്റേ ചെയ്യണ കാരണം നമുക്ക് ആ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള യാത്ര തന്നെ ഒരു ബോട്ട് റൈഡ് ആയ കാരണം പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഇത് പക്ഷേ ഇതിനു വേണ്ടി എസ്പെഷ്യലി ഓൺലി ഫോർ, എന്താ പറയാ,
ഇതിന് പറയുമല്ലേ ബോട്ട് റൈഡിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. വൈകിട്ട് നമ്മളൊരു 5 മണി 6 മണി സമയത്താണ് ഈ സമയത്ത് എത്തിയത്. എന്നിട്ടും വരെ ഇഷ്ടം പോലെ ബോട്ടുകളുണ്ടായിരുന്നു. അത് കാരണം അത്രയ്ക്കും രസമാണ് ഈ ബോട്ടിൽ ഈ ഇതിലേക്ക് ഉണ്ടായി കാട് പിന്നെ കുറെ വെള്ളക്കൊക്കും നല്ല അടിപൊളിയാണ് ഈ കാട് ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഈ പറഞ്ഞ ഈ 2 ദിവസം ട്രിപ്പിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ബോട്ട് റൈഡാണ്. ഈ റിസോർട്ടിലേക്കുള്ള പോക്കും വരവും അടിപൊളിയായിരുന്നു. അപ്പോൾ പക്ഷികൾ അവർക്ക് നമ്മളൊന്നും കാണാൻ പേടിയില്ല, കാരണം അവർ സ്ഥിരം കാണുന്നതായ കാരണം അവർക്ക് വലിയ പരിചയം. പക്ഷെ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പോകണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ സമയമില്ലാത്ത കാരണം ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താ പറയുക ഒരു കാടിന്റെ ഫീലൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയാനെ. നമ്മൾ റിസോർട്ടിൽ താമസിക്കുന്നിടത്തേക്ക് എത്തി. റിസോർട്ടിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഡീറ്റെയിൽസ് വേണ്ടവർക്ക് തന്നെ പിങ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ചങ്ങനൊക്കെ അവിടെ കിടന്ന് അറുമാദിക്കുന്നുണ്ട്. അവർ നേരത്തെ ബോട്ടിലെത്തി, നമ്മൾ രണ്ടാമത്തെ ബോട്ടിൽ വന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ബോട്ടിൽ വരാൻ പറ്റാത്ത കാരണം ആ കാണുന്നതാണ് പൊഴി എന്ന് പറയും. ഈ കടലും പുഴയും കൂടി ഒന്നാവുന്ന സ്ഥലമല്ലേ അത്. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഒരു അടിപൊളി കിടിലൻ റിസോർട്ട്. ഇന്നത്തെ ഒരു 4 കോട്ടേജ് അങ്ങോട്ട് ഉള്ളു ആ കൂട്ടിയിട്ട്. ഇതിലൊരു 3 കോട്ടേജ് നമ്മൾ തന്നെയായിരുന്നു. ഇത് അവിടുത്തെ സാധാരണ ആൾക്കാരാണ്. അവര് കച്ചവടത്തിന് പോകുന്ന ആൾക്കാരാണ്. അവരെല്ലാ സാധനങ്ങളും വഞ്ചിയിൽ വെച്ചിട്ട് അവരവരെ കച്ചവടത്തിന് പോകണാണ്. നല്ല അടിപൊളി. ആ പാലത്തിന്റെ അടി കൂടെ പോകുമ്പോൾ ഒരു കിടിലൻ ഫീൽ അല്ലേ. റിസോർട്ടിൽ അന്നത്തെ ദിവസം നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ രാത്രിയായി. അവന്റെ നീന്തൽ കുറച്ച് കലാപരിപാടികൾ, നീന്തൽ പഠിച്ചിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നീന്തൽ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ രാത്രി 2 അടിച്ച് നമ്മളെല്ലാവരും പൂളിലൊക്കെ കിടന്ന് അർമാദിക്കുന്ന കുറച്ച് വിഷ്വൽസ് ആണിത്. അടിപൊളി നീന്തലാണെന്നാണ് അവൻ പറയുന്നത്, അറിയില്ല. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു സത്യം പറഞ്ഞ ഈ പ്രോപ്പർട്ടിയിൽ നമ്മളും ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു കായലിനോട് ചേർന്നിട്ട് ഒരു സ്ഥലം. നമ്മളൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുന്ന് എന്നിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി റിസോർട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് പൊന്മുടി പോണ വഴിക്ക് ശംഭു ശങ്കരൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ഉള്ളവർക്കൊക്കെ അറിയാൻ ഭയങ്കര ഫേമസ് ആണ്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ചെറിയൊരു ഹോട്ടൽ, തട്ടുകട പോലത്തെ ചെറിയൊരു സെറ്റപ്പ്. പക്ഷെ അവിടുത്തെ ഫുഡ് ഭയങ്കര ഫേമസ് ആണ്. വേറെ ഒന്നുമില്ല, ചോറും പിന്നെന്താ ചിക്കൻ പെരട്ടും, വേറെ ഒന്നുമില്ല. വേറെ പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. എനിക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ അവിടുത്തെ യൂട്യൂബിൽ ഇതിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്, ശംഭു ശങ്കരന്റെ ചോറും ചിക്കൻ പെരട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അത്ര വലിയൊരു അവിടുത്തെ ഹൈജീൻ ഒന്നും അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഫേമസ് ആയിട്ടുള്ള കാരണം അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ ഇവിടേക്ക് ഇറങ്ങി. പൊന്മുടി എന്തായാലും മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ കോവളം പൊന്മുടിയൊക്കെയാണല്ലോ. പൊന്മുടിയിൽ വന്നു. അടിപൊളി. എന്താ പറയാ, പൊന്മുടിയിൽ പ്രത്യേകിച്ച് തന്നെ ഇവിടെ സ്റ്റേ ഒന്നുമില്ല. പൊന്മുടിയിൽ ഈ കാഴ്ചകൾ മാത്രം തന്നെ പൊന്മുടിയിലുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ താമസിക്കാൻ KTDC എന്തോരം തോന്നുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ ഡേ വന്ന് തിരിച്ചു പോകുന്ന കൂട്ടത്തിലാണ്. കൂടുതൽ സ്റ്റേ ചെയ്യൽ കുറവാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സെൽഫി പരിപാടികളൊക്കെ എടുത്ത് നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ. ഈ കാണുന്ന പോലെ നിറച്ച ആൾക്കാരായിരുന്നു. എടുത്തു നമ്മൾ ആ പരിപാടി അവിടെ നിന്ന് ഇറങ്ങി. ലാസ്റ്റ് നമ്മുടെ എൻഡ് ഓഫ് ദ ട്രിപ്പ് ലുലു മാൾ, ഇവിടെ വെച്ച് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു. ലുലു മാളിൽ കുറച്ച് കറങ്ങി രാത്രി തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് ട്രെയിൻ പിടിച്ച് നമ്മൾ നാട്ടിലേക്ക് പോയി. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം.